നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഞാൻ കുറെ നേരമായിട്ട് സ്മോക്കി കളിച്ചോണ്ടിരിക്കുന്നത്. തേങ്ങ വന്ന ശേഷം അത് മുടക്കി കളഞ്ഞ് ഒരാള് എന്തിനാ ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ തേങ്ങയുടെ കാര്യമുള്ളൂ. മണിക്കൂർ നേരത്തെ ബാത്റൂം ടൂറിന് ശേഷം തേങ്ങ ഇറങ്ങി വന്നിട്ട് സ്മോക്കി കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഫോണുമായിട്ട് ബാത്റൂം കക്കൂസി പോയതാണ് രാവിലെ. ഇപ്പോഴാണ് ഇറങ്ങി വരുന്ന ആള്. പോയിട്ട് 1 മണിക്കൂർ എന്തായി. അത്ര നേരം ഫോണും കളിച്ച് കക്കൂസിലിരിക്കുന്നത്. കക്കൂസിൽ ഫോണും കളിച്ചിരിക്കാൻ പാടില്ല, കേൾക്കൂല. ഇറങ്ങി വന്ന സമയത്ത് മുതൽ സ്മോക്കി എൻ്റെ നിർത്തുകൊണ്ട് ഞാൻ അവനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് ഗൈസ്. സ്മോക്കി എടുത്തുകൊണ്ട് പോയി അവന് കുറെ നേരം അവനെ തോണ്ടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ എന്നെ വിട്ട് പോടിയുകൊണ്ട് രായിക്കൊണ്ടിരിക്കുകയാണ്. വായൊക്കെ അടക്കി പിടിച്ചിരിക്കുകയാണ്. അവൻ കൈവച്ച് മറക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ പീഡിപ്പിക്കരുതെന്നൊക്കെ. തേങ്ങ വെറുതെ അവനെ ഉപദ്രവിക്കുകയാണ്. കണ്ടോ ഗൈസ്, ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. എന്താണ് ചെയ്യാൻ? അവൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാനായിരുന്നു തന്തയ്ക്ക് പിടിച്ച് തെരുവിൽ ഓടിയാണ്. അവൻ രക്ഷപ്പെട്ട് അവനോട് പോയി ഗൈസ്. ഇനി അവനൊന്നും മുകളിൽ കൊടുക്കണം, നിൽക്കൂല. തേങ്ങ പോയപ്പോഴേക്കും സ്മോക്കി എൻ്റെ അടുത്തൊന്നും കളിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ അടുത്ത് അവൻ പോകില്ല. ഇനി ഇവിടെ അവനിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ കളിപ്പിക്കുന്നത്. എന്താ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം ഗൈസ്. തേങ്ങ എനിക്ക് വേണ്ടിയുള്ള കുറച്ച് കറി ചൂടാക്കി എടുക്കുകയാണ്. അതാണ് ചൂടാക്കി എടുക്കുകയാണ്. ബിരിയാണി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പൊ പൊറോട്ടയുണ്ട്. അപ്പൊ ചൂടാക്കി കഴിക്കാൻ ഫൈനലി ആദ്യം ഫുഡ് കഴിക്കണം ഗൈസ്. അനിയൻ രാവിലെ വെളുപ്പാങ്കാലത്ത് വന്നപ്പോൾ 2 പൊറോട്ട കൊണ്ടുവന്നതാണ്. ആ പൊറോട്ടയാണ് ആദ്യം കഴിക്കുന്നത്. അവര് ഇനി എണീക്കൂല, അവര് ഉറക്കമാണ്. അവരിനി വൈകിട്ടേ ഉറക്കം എഴുന്നേക്കുള്ളൂ. ഇല്ലേ ആർജെ? രാത്രി നൈറ്റ് ഷിഫ്റ്റ് പോയിട്ട് വരുന്നതാണ്. അപ്പൊ അവരിനി വൈകിട്ടേ എഴുന്നേക്കുള്ളൂ. ആ എഴുന്നേക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കത്തുള്ളൂ. സ്മോക്കി ഒളിച്ചെടുക്കിയിരുന്നു ഗൈസ്. നമ്മളെല്ലാവരും പറ്റിക്കുന്നു സ്മോക്കി. അവൻ നമ്മളെ ഫുഡിൽ നിന്ന് വന്ന് തലയിടില്ല. ബന്ധസാണ് അല്ലേ? അപ്പൊ നിഷുവിന് കഴിക്കാനായിട്ട് നിഷു ബിരിയാണി ചൂടാക്കിയത്. നിഷുവിന് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകണം. അച്ചാർ പൊട്ടിക്കണം. കുറച്ചേ ഉള്ളൂ. ഉള്ള ബിരിയാണി നിഷു അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ. ഞാനും പൊറോട്ട വെച്ച് കഴിക്കാം. പിന്നെ കുറച്ചുമ്പോൾ ചോറ് നോക്കും. എന്തിനു കറി കഴിക്കാം നിഷു? കുറച്ചുമ്പോൾ ചോറൊക്കെ വെക്കുമല്ലോ. മമ്മി ഓൾറെഡി കുഴപ്പം 4 മണി കഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചാൽ മതി.